ശ്രീ സുരേഷ് ബാബു, അതാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ കൃത്യമായ ഓഡിറ്റിംഗ് നടത്താതെ കണക്കുകൾ ബോധ്യപ്പെടുത്താതെ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? അല്ല, അദ്ദേഹം ആ രൂപത്തിൽ അല്ല സംസാരിച്ചത്. പക്ഷേ അതെനിക്കട്ടെ, ശ്രീപത്മനാഭൻ സംസാരിച്ച കാര്യങ്ങളോട് വളരെ പോസിറ്റീവായൊരു പ്രതികരണം തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. കാരണം അതൊരു വളരെ നല്ല രൂപത്തിലുള്ള ഒരു സമീപനമാണ്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒരു നോമൻക്ലേച്ചറിൽ ഒരു ഭേദഗതി ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളും സംസ്ഥാനത്തെ ഭരണകൂടവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണല്ലോ. ഒരു ഭേദഗതി ആവശ്യപ്പെട്ടാൽ ആ ഭേദഗതി കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ വൈമുഖ്യം കാണിക്കുന്നത്? കേരളവും കേന്ദ്രവും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റും സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റും തമ്മിൽ പോരടിക്കേണ്ടവരല്ല. അവർ ഈ രാജ്യത്തിൻ്റെ പരസ്പരം സഹകരിച്ച് ഒരുപോലെ ഒരു നുകത്തിൽ കെട്ടിയ കാളയെപ്പോലെ ഒരുമിച്ച് നീങ്ങേണ്ടുന്ന രണ്ട് ഭരണ സ്ഥാപനങ്ങളാണ്. അത് പോകണം. നേരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീപത്മനാഭൻ വക്കീൽ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ 600 ചില്ലുവാനും കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു റോഡ്, ഒരു ഹൈവേ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള സോയിലുള്ള ഒരു പ്രദേശത്തുകൂടെ നിർമ്മിക്കുമ്പോൾ ആകെ ഒരു കിലോമീറ്റർ ആകെ മൊത്തം എടുത്തു നോക്കിയാൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഉണ്ടാക്കിയ ബഹളങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഒരു സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. എല്ലാത്തിൻ്റെയും ഒരു ദോഷം ഉണ്ടാക്കി കാണുക, ദോഷം കാണുക, എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുക, അത് വിൽക്കുക, അത് വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഒരു സമീപനമുണ്ടല്ലോ. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഈ ഡോക്ടറും ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഒന്നും ഞാൻ സംശയിക്കുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയും ഒരു പ്രദേശത്തെയും ഒക്കെ വല്ലാതെ അങ്ങോട്ട് അപകടപരമായിട്ട് പോവുക. 3 ഓപ്പറേഷൻസ് 4 പോസ്റ്റ് ചെയ്തിട്ട് 3 കൃത്യമായി ചെയ്യുമ്പോഴേക്കും തങ്ങളുടെ ഈ വാദങ്ങൾ അംഗീകരിക്കാമായിരുന്നു വളരെ എളുപ്പത്തിൽ. പക്ഷേ കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് പല തവണ നിറയെ വാർത്തകളിൽ. അവസാനമായി ശ്രീ ഡിജോ കപ്പൻ, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകരിച്ചാണല്ലോ ചർച്ച ആരംഭിച്ചത്. അതാണല്ലോ ആധാരവും. ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ ഹബ്ബാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മൾ സമ്മതിച്ചേ മതിയാകൂ, ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത് നമ്മുടെ നാട്ടിലാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് സപ്പോർട്ടിന് ടെക്നോ പാർക്കുണ്ട്, രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജിയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ഫെസിലിറ്റിയുമുണ്ട്. അല്ല, പറയുന്നതിന് മുമ്പേ ഈ പാനലിസ്റ്റുകൾ 2 പേരും നാഷണൽ ഹൈവേയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോയിന്റിലേക്ക് ഇവർ വന്നു. കേരളത്തിൻ്റെ ഒരു സ്വഭാവം ആദ്യം എല്ലാത്തിനെയും എതിർക്കുകയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. 2003 ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പ്രസ് ഹൈവേ അനൗൺസ് ചെയ്ത കേരളത്തിലാണ്. അന്ന് 100 മീറ്റർ വീതിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുനീർ മന്ത്രിയായിരുന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ അനൗൺസ് ചെയ്തു. അന്ന് അതിനുണ്ടായിരുന്ന ആകെ മൊത്തം ചെലവെന്ന് പറഞ്ഞാൽ 6600 കോടി രൂപയായിരുന്നു. ഇന്ന് 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് കഴിഞ്ഞ 2024 ഡിസംബർ വരെ കേരളം മുടക്കിയിരിക്കുന്ന 6400 കോടി രൂപയാണ്. അപ്പം അന്നത്തെ ടോളെന്ന് പറയുന്നത് അന്ന് പറഞ്ഞിരുന്നത് 300 രൂപ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് ടോളാകുമെന്നായിരുന്നു അന്നത്തെ DPR പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ഹൈവേ പൂർത്തിയായി കഴിയുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ ടോളാകും. അന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ ടോളും കഴിഞ്ഞ് റോഡ് ഫ്രീ ആയേനെ. അപ്പം എല്ലാ കാര്യങ്ങളിലും ആദ്യം നമ്മൾ എതിർക്കും, എന്നിട്ട് അതിൻ്റെ 4 ഇരട്ടി പണവും 4 ഇരട്ടി സമയവും നഷ്ടപ്പെടുത്തുന്ന ആ ചിന്ത കേരളത്തിൽ മാറിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറയാം, കേരളത്തിലെ ഡോക്ടർമാർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ്. നമ്മുടെയൊക്കെ മന്ത്രിമാരൊക്കെ അമേരിക്കയിലെ ചില ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടല്ലോ, ആ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ ഒരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെ ഏത് മേഖലകളിൽ നോക്കിയാലും അതിന് കാരണം തന്നെ പറയുന്നത്, നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഒരു ദിവസം ഒരു ഡോക്ടർ 100 പേരെയാണ് കാണുന്നതെങ്കിൽ ആ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ അതൊരു 300 പേരെ അവർ കാണും. അപ്പോൾ കൂടുതൽ രോഗികളെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ അറിവ് കിട്ടും. ഒരു ഡോക്ടർ MBBS MDO പാസ്സാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനം തീരുന്നില്ല. അദ്ദേഹം മരിക്കുവോളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികളിൽ നിന്നുള്ള അറിവ്, അതുപോലെ തന്നെ വിവിധ കോൺഫറൻസുകളിൽ പങ്കെടുത്ത് ഒക്കെയുള്ള അറിവ് കിട്ടുക. അപ്പോൾ ആ അറിവ് കൂടുതൽ ആളുകൾക്ക് ഗുണപ്രദമാകുവാനുള്ള നിർദ്ദേശം ആരുടെ ഭാഗത്തുനിന്നാണ്? ഹരീഷിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇതുപോലെ ഇതിലെ 2 പാനലിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നായാലും വെറുതെയുള്ള പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്നായാലും അത് സർക്കാർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.